ഹലോ ഗൈസ്, കാർത്തികാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മലയോര മേഖലയായ നന്ദിയോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഗ്രാമമാണ് കേട്ടോ. ഈ ഒരു ഗ്രാമത്തിൽ മുട്ടിൽ പഴം എന്ന് പറയുന്നൊരു ഫ്രൂട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വിശേഷമാണ് ഇന്നത്തെ വ്ളോഗിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി കേരളത്തിൽ അധികം ആൾക്കാർക്ക് അറിയത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശശിധരൻ സാറിൻ്റെ വീട്ടിലാണ് ഈ ഒരു ഫ്രൂട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് സാറുമായിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു വിടാം. സാർ, അപ്പോൾ സാർ, ഇത് എത്ര വർഷമായി ഈ ഒരു ചെടി സാറിൻ്റെ വീട്ടുമുറ്റത്തുണ്ട്? ഇതൊരു 25 വർഷത്തിന് മുമ്പോട്ടായി. 25 വർഷത്തിന് മുമ്പായിട്ട്. ഓക്കെ. എത്ര തവണയാണ് ഇതിൻ്റെ കായകൾ എടുക്കാൻ പറ്റിയിട്ടുള്ളത്? ഇത് ഒരു വർഷത്തിലൊരു പ്രാവശ്യം. ഫെബ്രുവരി മാസത്തിൽ പൂ വന്നിട്ട് ജൂൺ ജൂലൈ ആകുമ്പോൾ പാകം വന്നു. ഓക്കെ. ഈ പഴത്തിന്റെ ഉപയോഗങ്ങൾ, അതായത് ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രോസസ് ചെയ്യാം എന്നുള്ളതാണ് സാറിന്റെ ഒരു ഇത്. ഇത് മെയിനായിട്ട് ഇതിന്റെ പഴം അകത്തുള്ള പൾപ്പ്, അതൊരു പുളിയും മധുരവും കൂടെ ഉള്ള ഒരു ടേസ്റ്റാണ്. ഓക്കെ. അതുകൂടാതെ ഇതിന്റെ തോട് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് അച്ചാറിന് നല്ലതാണ്. പിന്നെ ഇത് ഇതിന്റെ നമ്മുടെ മുന്തിരി പോലെയുള്ള അതേ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് വൈൻ ഉണ്ടാക്കാൻ, പിന്നെ ഇത് നമുക്ക് ഈ പഴം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഉപ്പിലിട്ട് ഭരണിയിൽ സൂക്ഷിച്ചാൽ ആ ഓഫ് സീസൺ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ നമുക്കിത് ഒരെണ്ണം എടുത്താൽ നന്നായിട്ട് ആ ഉപ്പും മധുരവും പുളിയും കൂടെ ഒരുമിച്ചുള്ള ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് തോടും കൂടെ കഴിക്കാം. അങ്ങനെയല്ല, മുട്ടിപ്പഴത്തിന്റെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മരത്തിന്റെ ഗ്രാഫ്റ്റ് തൈകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഗ്രാഫ്റ്റ് തൈകളിൽ അത്രയും നല്ലൊരു ക്വാളിറ്റി കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താണ് മാഡം? പറയാനുള്ള മെയിനായിട്ടുള്ള സംഭവം അത് മെയിനായിട്ടെന്ന് വെച്ചാൽ ഇതിന്റെ മൂട്ടിൽ പഴം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഏറ്റവും മൂട്ടിലാണ് ഇത് കായ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ അതിന് റൂട്ട് സ്റ്റോക്ക് സൈൻ എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ. അപ്പൊ ആ റൂട്ട് സ്റ്റോക്ക് ഭാഗത്ത് കാ വന്നാൽ മാത്രമേ നമുക്ക് ഈ മൂട്ടിൽ ഇത് ഇത്രയും വലുതായിട്ടുണ്ടാവും. ഇതിപ്പോ തന്നെ ഈ മരം കണ്ടില്ലേ, മുകളിലോട്ടൊന്നുമില്ല. നേരെ കുറിച്ച് നമുക്ക് പ്ലാവ് മാവൊക്കെ ആണെന്ന് ബ്രാഞ്ചിലല്ലേ കായ്ക്കുന്നത്. അപ്പൊ അത് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് എപ്പോഴും വിത്ത് നട്ടുള്ള തൈകൾ തന്നെയാണ്. പക്ഷെ ഇതിലൊരു കുഴപ്പമുള്ള വെച്ചാൽ ആൺ പെൺ മരങ്ങളുണ്ട്. അപ്പൊ അതിൽ പെൺമരമാണ് കായ്ക്കുന്നത്. ജോഡിയായിട്ട് നടുക. ഈ ചെറുതിലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആൺമരത്തിലാണ് നമ്മൾ ചെയ്യണമെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ കായ്ക്കുന്ന സമയത്ത് ആൺമരം ആണ് ആയിപ്പോൾ അടിയിൽ കിട്ടിയല്ല. ഇത് വിപണിയിൽ ഇപ്പൊ എത്ര വിലയുണ്ട്? അതായത് ഈ മരത്തിൽ നിന്ന് പ്രതിവർഷം എത്രത്തോളം ഏൺ ചെയ്തിട്ടുണ്ട്, അതായത് സാമ്പത്തികമായിട്ട്? ഞാൻ പറയാം. ഇത് നമ്മളിപ്പോ ഇതൊരു 7-8 വർഷം തൊട്ട് കാച്ചു തുടങ്ങും. പക്ഷെ ആദ്യത്തെ വർഷം കായ്ക്കുമ്പോൾ ഇത്രയും കായ് പിടിക്കത്തില്ല. അപ്പൊ ആദ്യം കുറവായിരിക്കും. ആ ഓരോ വർഷം ചെല്ലും തോറും കായവെള്ളം ഇങ്ങനെ കൂടി. അപ്പൊ ഇത്രയും ഒരു 10-20 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 200 കിലോയോളം വരെ കിട്ടാം. ചിലപ്പോ ഇനി അതിൽ കൂടുതലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി. പിന്നെ ഈ ഉണ്ടാകുന്നതിൽ തന്നെ മുഴുവൻ പഴം നമുക്ക് ലഭിക്കില്ല. കാരണം കുറെ എല്ലാം അടിയിൽ നല്ല തിക്കായിട്ട് വരുമ്പോ കുറച്ചൊക്കെ ഇങ്ങനെ കറുത്ത അഴുകി പോകാനൊക്കെ ഉള്ള സാധ്യത. നല്ല മഴ വെള്ളമൊക്കെ ഇറങ്ങി അഴുവാനുള്ള സാധ്യത കുറച്ചൊക്കെ. എങ്കിൽ തന്നെ ഒരു 150 കിലോ മാർക്കറ്റ് വില അനുസരിച്ച് തന്നെ 1 കിലോയ്ക്ക് ഏകദേശം നമുക്കൊരു 100 രൂപയൊക്കെ കിട്ടിയാലും ഒരു വർഷം നമുക്ക് ഇത്രയും നല്ലൊരു ആദായം. 1 കിലോയ്ക്ക് 100 രൂപ എടുപ്പിച്ചു. ഓക്കെ. ഇത് ഇപ്പം വനത്തിന്റെ തന്നെ ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫ്രൂട്ട് അറിയപ്പെടുന്നത്. അപ്പൊ സാറേ, ഇത് നമ്മൾ വീടുകളിലൊക്കെ നടുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. വീട്ടിൽ കൃഷി ചെയ്യാനുള്ള സംഭവമാണ്. ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളതിന്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും ഞാൻ പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ പുളിപ്പും അതുപോലെ തന്നെ കട്ടിയുള്ള തോടാണ്. ഈ തോട് അച്ചാറിടാൻ പറ്റുമെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതിന് എന്താ പറയുക, വിപണിയിൽ തന്നെ അത്യാവശ്യം നല്ല വിപണി മൂല്യമുള്ളവർ, എന്താ പറയുക, വനത്തിന്റെ തന്നെ സമ്പത്ത് എന്നാണ് പറയാം. ഇതിന്റെ തോട് നല്ല കട്ടിയാണ്. തോട് ഇതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫ്രൂട്ട് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുളിപ്പും അതുപോലെ തന്നെ മധുരമൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. ലെവലോലിക്കയും പുളിഞ്ചിക്കയൊക്കെ ഒരുമിച്ച് കഴിച്ചൊരു ഫീലാണ്. പക്ഷെ മധുരമുണ്ട് കേട്ടോ. ഗൈസ്, അപ്പം ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മരത്തിന്റെ ഉടമ. അതുപോലെ തന്നെ നമ്മുടെ ശ്രീജിത്തേട്ടൻ, പുള്ളിയാണ് എനിക്ക് ഈ ഒരു മരത്തിന്റെ എന്താ പറയുക ആളുകളിലേക്ക് എന്ന് എത്തിച്ച ആള് ശ്രീജിത്തേട്ടനാണ്. ഗൈസ്, അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു വീഡിയോയിൽ എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത് ശശിധരൻ സാറിൻ്റെ ആ ഒരു എന്താ പറയുക റിട്ടയർമെൻറ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ്. കാരണം അഗ്രികൾച്ചറിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം പുള്ളി
ലൈക്ക് എന്താ പറയുക മഞ്ഞളും അതുപോലെ തന്നെ മാംഗോസ്റ്റീനും പിന്നെ സപ്പോട്ട, ഈ മുട്ടിൽപ്പഴം, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ കൃഷിയിലാണ് നിങ്ങളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ഓക്കെ, സി യു.